ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വീഡിയോ. അപ്പോൾ ഇന്ന് കോട്ടൺ ആണ് കേട്ടോ. കോട്ടണിൽ എ ലൈൻ പാറ്റേണിൽ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത്. എപ്പോഴും ആലിയ കട്ടും അങ്ങനത്തെ പാറ്റേൺസ് ഒക്കെ അല്ലേ ചെയ്തത്. ഇത് നമ്മൾ ഡിഫറെന്റ് ആയിട്ട് ഇതുപോലെ ഒരു ക്ലോസ് നെക്ക് വെച്ചിട്ട്, ഹൈ നെക്ക് പോലെ ഒരു ക്ലോസ് നെക്ക് വെച്ചിട്ട് അതിനകത്തോട്ട് ഒരു ബോർഡർ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ഒരു പടി പോലെ വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നമുക്കൊരു, ഇപ്പൊ നമ്മൾ ഏറ്റവും സമ്മറിൽ നമുക്ക് കോട്ടൺ ആണ് ബെസ്റ്റ്. ഇതുപോലെ വിത്തൗട്ട് ലൈനിങ് ആണ്, നല്ല അത്യാവശ്യം തിക്നെസ് ഉള്ള ഫാബ്രിക് ആണ്. സ്ലീവിലോട്ടും ബോർഡർ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതുപോലെ ഒരു ഫ്രോക്ക് ആയിട്ട് തന്നെ വേറെ, ഞാനിത് താഴെ ഒരു ബോട്ടം വേറെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ആംഗിൾ ലെങ്ത് ബോട്ടം ഒക്കെ ആയിട്ട് വേറെ ആവുന്നതുള്ളൂ. ഞാൻ ക്ലോസ് ആയിട്ട് എന്റെ പ്രിന്റ് കാണിച്ചു തരാം. ഇതുപോലെ ശരിക്കും ഒരു അജ്രക്കിന്റെ പ്രിന്റ് പോലെ വരുന്നതാണ്. പ്യൂർ അജ്രക്ക് അല്ല കേട്ടോ, അജ്രക്കിന്റെ സിമിലർ പ്രിന്റ് ആണ് വരുന്നത്. അത്യാവശ്യം നല്ല തിക്നെസ് ഉള്ള ഫാബ്രിക് ആണ്. ഇതാണ് അതിന്റെ നെക്കും ഡീറ്റെയിൽസ് ഒക്കെ വരുന്നത്. ഇതുപോലെ ഉണ്ടാവും. ക്ലോസ് നെക്ക് വന്നിട്ട് ആ ഒരു പടി വെച്ചിട്ടുണ്ട്. ചെറിയൊരു ഗ്യാദേഴ്സ്. അപ്പൊ എല്ലാവർക്കും ഭയങ്കര ഡൗട്ടാണ്, നമ്മൾ ഈ ഗ്യാദേഴ്സ് ഇടുമ്പോൾ ഭയങ്കര വണ്ണം തോന്നുന്നുള്ളത്. അത് ഇപ്പൊ ഞാനിപ്പോ വേറെ നിങ്ങൾക്ക് അറിയാം, ഞാൻ ലാർജ് സൈസ് നോർമലി യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് വണ്ണമൊന്നും തോന്നില്ല. നോർമലി ഗ്യാദേഴ്സ് ഇടുമ്പോൾ നമുക്ക് കുറച്ച് വണ്ണം തോന്നും, പ്ലീറ്റ്സ് ഒക്കെ ഇടുമ്പോൾ അത്രയും തോന്നില്ല. പക്ഷെ ഞങ്ങൾ അതുപോലെ ചെറിയ അത്രയും മൈന്യൂട്ട് ആയിട്ടുള്ളതാണ് കൊടുത്തേക്കണേ. അതുകൊണ്ട് തന്നെ അത് അത്രയും വണ്ണം തോന്നില്ല. എ ലൈൻ പാറ്റേണിലാണ് ചെയ്തേക്കുന്നത്. വിത്തൗട്ട് ലൈനിങ് ആണ്, ലൈനിങ്ങിന്റെ ആവശ്യമില്ല. ഇതുപോലെ ബാക്ക് സൈഡ് ഇതേപോലെ വരും. സ്ലീവിലോട്ടും ബോർഡർ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ നിങ്ങൾക്ക് ഈ സെയിം തന്നെ വിത്തൗട്ട് ഗ്യാദേഴ്സിൽ സ്ലിറ്റ് പാറ്റേൺ ചെയ്യണമെങ്കിൽ ചെയ്യാം. അതായത് എ ലൈൻ തന്നെ ഗ്യാദേഴ്സ് ഒഴിവാക്കിയിട്ട് സെയിം പാറ്റേൺ തന്നെ എ ലൈനിലോട്ട് വേണമെങ്കിലും കസ്റ്റമൈസേഷൻ പോസിബിൾ ആണ്. ഇനി ഈ ഫാബ്രിക് വെച്ചിട്ട് സ്ലിറ്റിലോട്ടും ചെയ്യണമെങ്കിൽ ചെയ്യാം. നമ്മൾ ഇതിന്റെ സിമിലർ ആയിട്ടുള്ള പ്രിന്റ് സ്ലിറ്റിലോട്ട് ചെയ്തിട്ടുണ്ട്. വി കോളറിലൊക്കെ ഞാൻ കാണിച്ചു തരാം. സെയിം പ്രിന്റ് അല്ല, വേറെ ചെയ്തിട്ടുണ്ട് കോട്ടൺ. അപ്പൊ അതിന്റെ പ്രിന്റ് നമുക്ക് ഞാൻ പറഞ്ഞില്ല, ക്ലോസ് ആയിട്ട് കാണിച്ചു തരുമ്പോഴാണ് അതിന്റെ ഡിസൈൻ നമുക്ക് ഇത് ആവുന്നത്. ഇതുപോലെ ഒരു ഫ്ലോറൽ ഡിസൈനാണ് വരുന്നത്. ഓക്കെ, അപ്പം ലെങ്ത് 48 ആണ് വരുന്നത്. ലെങ്ത്തിന്റെ എല്ലാം കസ്റ്റമൈസേഷനും നമുക്ക് പോസിബിൾ ആണ്. ഞാൻ ഇതിന്റെ വേറെ പാറ്റേൺസ് ഇപ്പൊ നെക്ക് ഇതേപോലെ ഇരിക്കും, ഇതുപോലെ ഉണ്ടാവും. ഓക്കെ, പിന്നെ ബ്ലാക്ക് തന്നെ ഇതുപോലെ ഫ്ലോറൽ പ്രിന്റ് അല്ലാതെ ഇതുപോലെ ഒരു ലീഫിന്റെ ഡിസൈൻ വന്നിട്ട് ഇതുപോലെ ശരിക്കും പ്യൂർ ഒരു അജ്രക്കിന്റെ ലുക്കാണ്. പക്ഷെ കോട്ടണിലോട്ട് അജ്രക്കിന്റെ വന്നേക്കുന്നതാണ് കേട്ടോ. ഇത് പ്യൂർ അജ്രക്കില്ല കണ്ട, ആ ഒരു സെയിം ലുക്കാണ് വരുന്നത്. ഇത് ബ്ലാക്കിൽ ഈ ഒരു ഡിഫറെന്റ് പ്രിന്റ് ആണ് വന്നേക്കുന്നത്. വി കോളർ ആണ് ഇതേപോലെ. അപ്പൊ ഞാൻ ഈ വേറെ ഇതേക്കുന്നുണ്ട്, പ്രിന്റും ഇതും തമ്മിലുള്ള ഡിഫറൻസ് ഇതാണ്. ഇനി നിങ്ങൾക്ക് ഈ ഡിസൈനിലോട്ട് ഈ പാറ്റേൺ വേണമെങ്കിലും ചെയ്യാം, അതുപോലെ ഈ ഡിസൈൻ വേണമെങ്കിൽ ഈ പാറ്റേണും ചെയ്യാം, അതും പറഞ്ഞാൽ മതി. ഇതിന്റെ തന്നെ ഏകദേശം ഈ ഒരു മെറ്റീരിയൽ വരുന്നതാണ്. ഇതിന്റെ പ്രിന്റ് ഇതേപോലെയാണ് വരുന്നത്. കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള പ്രിന്റ് ആണ് കേട്ടോ. ഇത് വി കോളറിലോട്ട് ഇതേപോലെ പടി തന്നെ വെച്ചിട്ട് ഇതേപോലെ ചെയ്തിട്ടുണ്ട്. വി കോളർ സ്ലിറ്റ് ഉള്ള പാറ്റേൺ ആണ്. പ്രിന്റ് ഞാൻ അതുകൊണ്ട് ക്ലോസ് ആയിട്ട് കാണിച്ചു തന്നെ. നമുക്ക് ലോങ് ആയിട്ട് തോന്നുമ്പോൾ ബ്ലാക്കിലോട്ട് ഒരു ചെറിയൊരു വൈറ്റിന്റെ പ്രിന്റ് പോലെ തോന്നുള്ളൂ. ഇതുപോലെയാണ് സ്ലിറ്റിലോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് തന്നെ സെയിം തന്നെ നമ്മൾ മെറൂണിലോട്ടും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ നേരത്തെ കാണിച്ച പ്രിന്റ് തന്നെ മെറൂൺ ബ്ലാക്ക് കോമ്പിനേഷൻ ഇതേപോലെ ഉണ്ട് കണ്ടോ. ഇപ്പൊ നമുക്ക് ഞാൻ സമ്മർ ആയതുകൊണ്ടാണ് ഇപ്പൊ കുറച്ച് ഡിസൈൻ മറ്റേ നമ്മളെ ഫംഗ്ഷൻ വേഴ്സ് മാറ്റിയിട്ട് ഇപ്പൊ ഇടയിൽ ഒന്നൊരു കോട്ടൺ ഇടുന്നത്. അപ്പം ഇതേപോലെ ഉണ്ട്. ഇതിന്റെ ലെങ്ത് 47 വരുന്നുണ്ട്. വിത്ത് ലൈനിങ് വേണമെങ്കിലും പറഞ്ഞാൽ മതി. ഇതിന്റെ നമുക്ക് മെറ്റീരിയൽ കുറച്ചേ ഉള്ളൂ കേട്ടോ, കാരണം കുറച്ച് മുമ്പ് വീഡിയോ ഇട്ടതുകൊണ്ട്. പിന്നെ ഇനി നിങ്ങൾക്ക് വി കോളർ വേണ്ട എങ്കിൽ വി നെക്കിലോട്ടും ഇത് ചെയ്തിട്ടുണ്ട്. ഈ മെറൂൺ കളർ ഇത് വി നെക്കാണ്. വി നെക്കിലോട്ടും ഈ ഒരു സിമിലർ പാറ്റേൺ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ വി നെക്കിലുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് വെയർ ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് ഇതിന്റെ പ്രിന്റ് വരുന്ന. ക്ലോസ് ആയിട്ട് ഒന്നും കൂടെ കാണിച്ചു തരാം. ഇതുപോലെയാണ് മെറൂണ് കോമ്പിനേഷൻ. ഈ നെക്ക് പാറ്റേൺ ഇതേപോലെ ഉണ്ടാവട്ടെ, നല്ല ഭംഗിയാണ്. നമ്മൾ സിമ്പിൾ ആയിട്ടൊരു കോട്ടൺ, അത്യാവശ്യം തിക്നെസ് ഒക്കെ ഉള്ള ഒരു കോട്ടൺ ആണ്. ഇതുപോലെ സ്ലീവില് ബോർഡർ ഒക്കെ വെച്ചിട്ട് മെറൂൺ ഇതാണ് ഡിസൈൻ വരുന്നത്. ഇതുപോലെ ഉണ്ടാവും സ്ലിറ്റ് ഉള്ള പാറ്റേൺ. സോഫ്റ്റ് കോട്ടൺ ആണെങ്കിലും നല്ല തിക്നെസ് ഉള്ള, അത്യാവശ്യം തിക്നെസ് ഉള്ളതാണ്. ലൈനിങ്ങിന്റെ ആവശ്യമില്ല. നോർമലി ചില കോട്ടൺ ഇത്തിരി ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് വരുന്നത്. ഇത് കുറച്ചും കൂടെ അത്യാവശ്യം തിക്നെസ് ഉള്ളതാണ് കേട്ടോ. അപ്പൊ ഇതിന് അജ്രക്കിന്റെ ഒരു പ്രിന്റ് ആണ് വന്നിരിക്കുന്നത്. പ്യൂർ അജ്രക്ക് അല്ല കേട്ടോ, ഇത് കോട്ടണിലോട്ട് അജ്രക്കിന്റെ പ്രിന്റ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളിയാട്ടോ ഇതിന്റെ കളർ. ഞാൻ ക്ലോസ് ആയിട്ട് കാണിച്ചിട്ട് ഇതാണ് ഇതിന്റെ ഇതേപോലെ ഈ ഒരു മോട്ടീഫ് വന്നിരിക്കുന്നത്. ഇതാണ് അത് നമ്മൾ വി കോളറിലോട്ട് ഇതിന്റെ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. ഈ സെയിം കളർ ബോർഡർ വി കോളറിലോട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സ്ലീവിന്റെ എൻഡിലോട്ടും ഈ ഒരു ബോർഡർ കൊടുത്തിട്ട് തന്നെ വിത്തൗട്ട് ലൈനിങ് ആണ് ചെയ്തേക്കുന്നത്. ലെങ്ത് 47 ആണ്. ഞാൻ ഇതിന്റെ പ്രിന്റിന്റെ ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. ഇതുപോലെ ഉണ്ടാവും. ഇതുപോലെയാണ് അതിന്റെ പ്രിന്റ് വരുന്നത് കേട്ടോ, ഈ വെയർ ചെയ്തേക്കുന്നതിന്. ഓക്കെ, കോട്ടണിൽ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാം. അതുപോലെ അങ്ങനെ വാഷ് ചെയ്യുമ്പോൾ ചെങ്ങ ചുരുങ്ങി പോകണ ഫാബ്രിക് ഒന്നുമല്ല. നോർമൽ വാഷ് ഒക്കെ ചെയ്യുന്നതിന് ഒരു പ്രോബ്ലം ഇല്ല. ഇതുപോലെയാണ്. ഇതും നല്ല പ്രിന്റ് ആണ്. ഈ എപ്പോഴും ഈ പ്രിന്റിന്റെ നമുക്ക് ആ ഡിസൈൻസ് എടുത്ത് കാണിക്കുന്നില്ല. ഒരു റെഡ് ഡിസൈൻ ഇതിനകത്ത് ഉണ്ട് കേട്ടോ. വി കോളർ ആണ് ഇതും ചെയ്തേക്കുന്നത്. നേരത്തെ ഞാൻ വേറെ ചെയ്തതിന്റെ പ്രിന്റ് ഇതേപോലെയാണ് വരുന്നത് കണ്ടോ. ഇതേപോലെ കണ്ടോ, ആ റെഡിലോട്ട് ഡിസൈൻ ശരിക്കും ഒരു അജ്രക്കിന്റെ ലുക്ക് തന്നെയാണ്.